കനത്ത മഴയിൽ കോഴിക്കോട് ഇരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായി. കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൈത്തോടുകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സാഹചര്യം? വേണു, നമ്മളിപ്പോൾ ഈ കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിന് സമീപമാണ് ഉള്ളത്. അതേ ആ ദൃശ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ മിനി ബൈപ്പാസിന് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കനോലി കനാൽ. അതിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിന്റെ കൈത്തോടുകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ക്യാമ്പസിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളത്. ദൃശ്യങ്ങളും കാണുന്ന പോലെ തന്നെ ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള പള്ളിയിലും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ അസംബ്ലി ഹാളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് സ്കൂളിന് അവധി ആയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. നിലവിൽ ഈ സ്കൂളിനകത്ത് 10 വിദ്യാർത്ഥികൾ കഴിയുന്നുണ്ട്. അവർ മുകളിലത്തെ നിലയിലാണ് കഴിയുന്നത്. നിലവിൽ വലിയ രീതിയിൽ വെള്ളം ഉയരാത്തതുകൊണ്ട് അവരെ മാറ്റി പാർപ്പിക്കുന്നില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ, വെള്ളം ഇനിയും ഉയരുകയാണെങ്കിൽ ഈ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. അത് ഈ സ്കൂളിന് മാത്രമല്ല, ഈ കനോലി കനാലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ കൈത്തോടുകളെല്ലാം തന്നെ കരകവിഞ്ഞതോടെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ആ കടയിൽ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട് ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് അടക്കം വെള്ളത്തിനടിയിലാണ്. അവിടെ 10 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അവർ ഉയർന്ന നിലയിലായതുകൊണ്ട് ഉടനടി മാറ്റേണ്ട സാഹചര്യമില്ല. ജലനിരപ്പ് ഉയർന്നാൽ, മഴ തുടർന്നാൽ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇന്നെന്തായാലും സ്കൂളിന് അവധിയാണ്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ പറഞ്ഞോളൂ. വേണു, നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഏത് സമയത്ത് മഴ പ്രതീക്ഷിക്കാം. ഇരുണ്ടുമൂടിയ കാലാവസ്ഥ തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഗരപ്രദേശങ്ങളാണെങ്കിലും ഗ്രാമീണ മേഖലയാണെങ്കിലും മലയോര മേഖലയാണെങ്കിലും തീരദേശ മേഖലയാണെങ്കിലും കനത്ത മഴ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത തള്ളാനാകില്ല. ഈ കനോലി കനാൽ തന്നെയാണ് നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത്. കനോലി കനാലിന്റെ കൈവഴികളിൽ വെള്ളം കയറുന്നതാണ് നിലവിൽ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിന് കാരണം. തൊട്ടപ്പുറത്തുള്ള നിരവധി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട്. അതും കോഴിക്കോട് നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ വെള്ളക്കെട്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വേണു, ശരി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്.